എല്ലാ പ്രവാസികളും കാണേണ്ട ഒരു വീഡിയോ ആണ്. നിന്നോടാ ചോദിക്കണേ. എന്റെ അഭിപ്രായം പറയാം. അല്ല ഫായിസേ, അനക്ക് 10,000 സാലറി ഇല്ലേനു, എന്താ പിന്നെ ഗൾഫ് നിർത്തിയേ? നിങ്ങൾക്ക് ഇപ്പൊ 2 ചോദ്യത്തിനാണ് ഉത്തരമുണ്ട്. ഒന്നിപ്പോ നമ്മളെങ്ങടാ പോണേ, 2 ഞാൻ എന്തിനാ ഗൾഫ് നിർത്തി പോണേ. അതിന് 2-നുള്ളൊരു ഉത്തരം തേടി നമ്മളീ പോണേ. കുറച്ച് സമാധാനം തരും. ഇജ് തൊലിഞ്ഞ ഫിലോസഫി അറിയാതെ എത്തുണ്ടായതെന്ന് പറഞ്ഞ എന്താ ഈ വണ്ടി സ്ലോ ആക്കി ഒന്ന് വീട് ചേർത്തവേ. ഫായിസേ, വെട്ടി നടക്കാം, മുട്ട് നടക്കാൻ കഴിയില്ല, അതുകൊണ്ട് മുട്ടിനോളം ഇറങ്ങിക്കോളി. എന്താടാ അത്? എന്ത് എവിടുക്കാണാവല്ലേ? ഇതാരാ? السلام عليكم. مع السمك. ايوه، اعطيني وايد سمك، وايد دجاج، وايد بيبسي، وايد كوك، 3 مويه وايد. I'm sorry. അസർ تمام. ഇവിടെ ഏറ്റവും കുറഞ്ഞതിൽ കഴിക്കാനുള്ളത് എന്താ ഉള്ളത്? അൽഫാമും മന്തിയുണ്ട്, 15 റിയാലാവും. അത് വേണ്ട, അത് വേണ്ട. അതിന്റെ താഴെ ദാൽക്കറി ഉണ്ട്, അതിന്റെ കൂടെ 2 കുബൂസ് ഉണ്ടാവും. ആ ഒരു താൽക്കറി ഞാൻ അവിടെ ഇക്ക കുടിക്കാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട, ഒരു ഗ്ലാസ് ചൂടുവെള്ളം മതി. മോനെ ഒരു താൽക്കറി കൊണ്ട് എന്നാ ഞാനവിടെ ഇരിക്കും. ശരി. 2 പെൺകുട്ടികളെ അന്തസ്സായി കെട്ടിച്ചു, മകനെ പഠിപ്പിച്ച് ദുബായിൽ വലിയൊരു കമ്പനിയിൽ ജോലിയുമായി കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് മൂപ്പർക്ക് വയസ്സ് 60 കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ സ്വയം ജീവിക്കാൻ പറഞ്ഞത് പിടിച്ച പാവം. കഴിക്ക്. മോൻ കഴിച്ചോ? ഞങ്ങളിവിടെ നാടൻ ഭക്ഷണം ഉണ്ടാക്കാം. ആണോ? കഴിക്കട്ടോ, കസ്റ്റമർ. എന്തൊരു സന്തോഷം. ഫായിസിന്റെ ലൊക്കേഷൻ നോക്കുന്നില്ലേ? കേട്ടോ, അതാവുമായി തള്ളല്ലേ? ആരാ? എന്റെ പേര് ഫായിസ്. ഞാൻ ഗൾഫിൽ നിന്ന് ലീവിന് വന്നാ.
സിദ്ധിയാക്കല്ല അവിടെ? 10-15 കൊല്ലം കുടുംബത്തിന് വേണ്ടിട്ട് കഷ്ടപ്പെട്ട് അവസാനം രോഗിയായി. ഒരാഴ്ച ഒറ്റക്ക് എടുത്തായിരുന്നു. പോയിട്ട് ഇപ്പൊ 1 മാസമായി. കുട്ടിക്കാന്റെ കൂടെ ജോലി സ്ഥലത്തൊപ്പായിരുന്നോ? എന്നാ മക്കൾ കേറിയിരിക്കട്ടോ, ഞാൻ ചായ എടുക്കാം. സിദ്ധിയാക്കന്റെ മോളാ? അല്ല, മരുമകളാ. അന്റെ കെട്ടിയോനും ഗൾഫിലല്ലേ? അതെ. ആ തള്ള വെറുതെ അഭിനയിക്കാം. ഉപ്പനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഈ 7 ദിവസം ഉപ്പാന്റെ കൂടെ ഹോസ്പിറ്റലിൽ ഞാനായിരുന്നു. ഫൈസിന്റെ കാര്യം ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലേക്കല്ല, നേരെ ഹോസ്പിറ്റലിലേക്കാ ഉപ്പാനെ കൊണ്ടുപോയത്. ഈ വീട്ടിലോട്ട് മയ്യത്തായിട്ടാ ഉപ്പ. ഞാൻ ലീവില് വന്നൊന്നല്ല, ഞാൻ എക്സിറ്റ് അടിച്ചു പോന്നതാ. സിദ്ധിയാക്കനോട് അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. അത് പറഞ്ഞ എന്നോടാണെങ്കിലും അത് മൊത്തം പ്രവാസിയൊക്കെ ആയിട്ടുള്ള ഒരു ഉപദേശമായിട്ടാ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ ഭർത്താവിനോട് നിർബന്ധമായിട്ടാ കാര്യം പറയാം. അപ്പൊ എന്നാ ഞാൻ നാട്ടിക്ക് തിരിക്കണേ? കയ്യിൽ 1800 റിയാലുണ്ട്. ടിക്കറ്റ് എടുക്കാനായിട്ട് സർക്കിലേക്ക് വന്നതാണ്. എക്സിറ്റ് അടിച്ചോട് കൂടിയിട്ട് അറബി പുറത്തേക്ക് പോവാൻ പറഞ്ഞു. എത്ര ദിവസമായിന്നറിയോ ചോർന്നിട്ട്. നാട്ടിലേക്ക് മടങ്ങുമ്പോ പേരക്കുട്ടികൾക്ക് എന്തേലും വാങ്ങണ്ടേ? ഉള്ള കായ് മുഴുവൻ ടിക്കറ്റിന് കൊടുത്താ പിന്നെ ടിക്കറ്റിന് വില കുറയോ നോക്കുക. അതുവരെ എങ്ങനെ ഓടുക. അപ്പൊ എവിടെ ഞങ്ങളെ കിടത്തൊക്കെ? ഞാൻ ആ പള്ളിയിൽ കിടക്കും. 10-15 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് ആകെ 1800 റിയാലപ്പ ഞങ്ങളെ കയ്യിലുള്ളത്. അതായത് അവസാന മാസത്തെ ശമ്പളം. അപ്പൊ ഇത്രയും കാലത്തെ സമ്പാദ്യോ? സമ്പാദ്യം ദാ ഒരുപാടുണ്ട്. കണ്ടോ, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ സമ്പാദ്യം. ഇതൊന്നും പോരാത്തതിന് ഷുഗർ, പ്രഷർ, ഇത് കണ്ടോ, കാലുമില് വെരിക്കോസും ഉണ്ട്. എല്ലാ രോഗങ്ങളും ഉണ്ട്. കുരയ്ക്കുമ്പോഴേ ചോര തുപ്പണും ഉണ്ട്. ഇതാണുള്ള സമ്പാദ്യങ്ങള്. അവസാനം ഇതൊക്കെ തന്നെ ബാക്കി ഉണ്ടാവുള്ളൂലക്ക. ഇവിടെ തന്നെ കടന്ന് മരിച്ചാൽ മതി. ഇത്രയും കാലം പിടിച്ചു നിന്നു. ജീവിതകാലം മുഴുവനും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അവസാനം എന്റെ കെട്ടുകൾ ചോദിച്ചത് എന്താണെന്നറിയോ? നിങ്ങൾ ഈ കോലത്തിൽ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുന്നുള്ളതാണ്. ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ കയറ്റില്ല എന്നാ എനിക്ക് തോന്നണത്. മോയിരിക്കെ ഞാൻ അത് കഴിയിട്ട് വരാം. അത് വേണ്ട മക്കളെ, ഞാൻ പോയിക്കോളാം. നേരിട്ടോ അതോ കണക്ഷനോ? ആ ഓക്കെ ശരി. ഇക്ക, നിങ്ങൾ ഇനി ടിക്കറ്റിന് വില പറയാൻ നിൽക്കണ്ട. നിങ്ങൾ നാട്ടിലേക്ക് കയറിക്കോളി. ഇതാ ടിക്കറ്റിനുള്ള പൈസയും കുട്ടികൾക്ക് പെട്ടിയിട്ടാളൊക്കെ ഇതിലുണ്ട്. അല്ലാ, എന്റെ പൊന്നു മോനെ, പറിച്ചു അന്നെ കൈ വിടില്ല. എന്നാ ഞാൻ വരാട്ടോ. പിന്നെ മകനായി കണ്ട് എന്റെ കുട്ടീനോടൊരു കാര്യം പറയട്ടെ. പണം ആരോഗ്യമുള്ള നിന്നാണ് നിന്റെ കുടുംബത്തിന് ആവശ്യം. ഇത് രണ്ടും ഇല്ലാണ്ടാവുമ്പോ സ്വന്തം ഭാര്യയ്ക്ക് പോലും നമ്മളെ വേണ്ടാണ്ടാവും. പണം ഒരുപാട് സമ്പാദിച്ചിട്ടില്ലെങ്കിലും ആരോഗ്യമുള്ള സമയം കാക്കാന്റെ കുട്ടി നാട്ടിലേക്ക് മടങ്ങിക്കോളി. ഇൻഷാ അല്ലാ ഞമ്മക്ക് എന്നേലും കാണാം. ഞാൻ പോയിട്ട് വരാം. ഇൻഷാ അല്ലാ ഞമ്മക്ക് എന്നേലും കാണാം. ഒരായുസ് മുഴുവൻ ആരോഗ്യം മറന്ന് പണത്തിന്റെ പിറകെ ഓടും. എന്നിട്ട് അവസാനം പണമല്ലായിരുന്നു ഏറ്റവും വലുതെന്ന സത്യം മനസ്സിലാവും. അന്ന് ജീവിതകാലം മുഴുവൻ ഓടി നടന്ന് വാരിക്കൂട്ടിയതെല്ലാം തിരികെ നൽകാമെന്ന് പറഞ്ഞാലും നഷ്ടപ്പെട്ട ആരോഗ്യമെന്ന ഏറ്റവും വലിയ സമ്പത്ത് പൂർണ്ണമായും നമുക്ക് അന്യമായിട്ടുണ്ടാവും. സമ്പാദിക്കാൻ നിന്നില്ലക്ക. നിങ്ങൾ പറഞ്ഞ പോലെ പണമല്ല ഏറ്റവും വലിയ സമ്പത്തെന്ന ബോധ്യമുള്ളതുകൊണ്ട് ആരോഗ്യം നഷ്ടപ്പെടുന്നതിന് മുന്നേ ഞാൻ നാട്ടിലേക്ക് മടങ്ങി. പ്രാർത്ഥനയിൽ എന്നും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്.